ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസിലെ വിശേഷങ്ങളാണ്. ഇപ്പം അത്യാവശ്യം നിങ്ങളെല്ലാ വിശേഷങ്ങളും അറിഞ്ഞാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇന്നത്തെയാണ് ലാസ്റ്റ് ഡേ ഷൂട്ട്. ഇന്നത്തെ എപ്പിസോഡാണ് അവസാനത്തെ റെക്കോർഡ് എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. നാളത്തെ എപ്പിസോഡ് ഷൂട്ടുകളൊക്കെ ഇന്ന് തന്നെ കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ ആ മൂമെൻറ്റ് മാത്രം, അതായത് അവസാനത്തെ സ്ഥാനങ്ങളിലേക്കുള്ള മൂമെൻറ്റ് മാത്രമാണ് ഇനി റെക്കോർഡ് ചെയ്യാനുള്ളത്. അത് നാളെ രാവിലെ റെക്കോർഡിങ് തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ 100 എവിക്റ്റായിട്ടുണ്ട്. 100 ഇന്നത്തെ എവിക്ഷനോടെ പുറത്തായിട്ടുണ്ട്. ഇന്ന് ടോപ്പ് 5 ഒഫീഷ്യൽ ടോപ്പ് 5 ആയിട്ടുണ്ട്. അനീഷ്, അനിമോൾ, ഷാനവാസ്, അക്ബർ, നിവിൻ. ഇവരായിരുന്നു ഒഫീഷ്യൽ ടോപ്പ് 5. നൂറയുടെ അതിപ്രസംഗം മൂലവും ആദിലയുടെ അമിത കള്ളത്തരങ്ങൾ മൂലമാണ് നൂറയുടെ എവിക്ഷൻ വന്നത്. കാരണം അനിമോളിനെതിരെ ആവശ്യമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ച് അനിമോളിൻ്റെ സപ്പോർട്ടിലാണ് രണ്ടുപേരും ഇതുവരെ തുടർന്ന് നിന്നുകൊണ്ട് പോയത്. നമുക്കിതിലൂടെ തന്നെ വ്യക്തമാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വോട്ടിംഗ് റിസൾട്ടിലേക്കാണ്. ഗായ്സ്, വോട്ടിംഗ് റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അനീഷ് ഒന്നാം സ്ഥാനം, അതിശക്തമായിട്ട് തന്നെ അനീഷ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇടയ്ക്ക് അനിമോൾ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും അനീഷ് കോമണർ എന്ന നിലയിൽ ആദ്യ കോമണർ ബിഗ് ബോസ് വിന്നർ ആകുമെന്ന് ഉറച്ച നിലപാടിലാണ് അനീഷ് തുടർന്നു പോകുന്നത്. ബട്ട് അനിമോൾ അതിന് പറ്റിയ തിരിച്ചടിയായിട്ടാണ് അനിമോൾ വരുന്നത്. ഓരോ നിമിഷം ഈ ടോപ്പ് 2 അതാണ് ഈ സീസണിലെ ഏറ്റവും ഹൈലൈറ്റ് ആകുന്നത്. കാരണം ആര് വിൻ ചെയ്യും, അനീഷ് ഓർ അനിമോൾ? മൂന്നാമതൊരു സ്ഥാനത്ത് ആൾക്ക് ഒരു ചാൻസും ഇല്ല. ബട്ട് ഇവർ രണ്ടുപേരിൽ ആര് വിൻ ചെയ്യും എന്നതാണ് നമുക്ക് ആർക്കും അറിയാൻ സാധിക്കാത്തത്. കാരണം ഇവർ രണ്ടുപേരും അത് കിടിലൻ വോട്ടിംഗ് പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് ഇവരുടെ വോട്ടിംഗ് പെർഫോമൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിലും പറയാൻ പറ്റില്ല ആര് വിജയിക്കും ആര് തോക്കുമെന്ന്. കാരണം അത്ര നല്ല വോട്ടിംഗ് ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് നോക്കി, മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് തന്നെയാണ്. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഷാനവാസ് മൂന്നാം സ്ഥാനം ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് ഷാനവാസ് നിൽക്കുന്നത്. ബിഗ് ബോസിലെ റീക്യാപ്പുകളൊക്കെ നമുക്ക് അത്ര സ്ക്രീൻ പ്രസൻസോടെ നിന്നിരുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിലുണ്ടോ എന്ന് നമുക്ക് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും സ്ക്രീൻ പ്രസൻസോടെ പ്രകടനം കാഴ്ചവെച്ച ഷാനവാസാണ്. ഷാനവാസിൻ്റെ വീക്ക് പോയിൻ്റ് എന്ന് പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ ആകെ ആദില, നൂറ അവരുമായിട്ട് കൂട്ടുകൂടിയതാണ് ഷാനവാസിൻ്റെ താഴ്ചയിലേക്കുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ അനിമോളുടെ കൂടെയും കൂടെ നടന്നു. അതാണ് ഷാനവാസിനെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. അല്ലെങ്കിൽ ഷാനവാസ് അതിഗംഭീരമായിട്ട് എൻ്റെ ഇച്ചിരി കൂടെ മികച്ച സ്ഥാനത്തിലേക്ക് ഷാനവാസ് എത്തേണ്ടതായിരുന്നു. ബട്ട് നമുക്കെന്ത് പറയാൻ പറ്റും, ഷാനവാസ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ചോയ്സ് വളരെ ബാഡായിപ്പോയി. അവിടെയാണ് ഷാനവാസിന് വീഴ്ചത്. അല്ലെങ്കിൽ ഷാനവാസ് ഇച്ചിരി കൂടെ സ്ഥാനം. നെവിൻ അപ്രതീക്ഷിതമായിട്ടാണ് നെവിൻ്റെ 4ാം സ്ഥാനം. നമുക്ക് ഒട്ടും വിചാരിക്കാത്തൊരു പെർഫോമൻസാണ് നെവിനിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നെവിൻ ഇത് പെർഫോമൻസ് ആരും തന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം നെവിൻ പോലെ ഒരു കണ്ടസ്റ്റൻറ്റ് ഇത്രയും ടോപ്പ് 5ലേക്ക്, അതും അക്ബറിനെ വരെ ബീറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ടോപ്പ് 4ലേക്ക് നെവിൻ എത്തിയിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കമാണ് നെവിനിൽ നിന്ന് നമ്മൾ ഈ കാണുന്നത്. കാരണം നെവിൻ ടോപ്പ് 5 ഇപ്പോൾ 4ാം സ്ഥാനത്താണ് നെവിൻ. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ 6ാം സ്ഥാനത്ത് നിന്നിരുന്ന നെവിനാണ് ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് വരെ എത്തിയത്. ഷാനവാസിന് വെല്ലുവിളി ഉയർത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാൻ മാത്രം സാധിക്കും. കാരണം അത്രമാത്രം വോട്ടിംഗ് നെവിന് കിട്ടുന്നുണ്ടോ. ബിഗ് ബോസ് ഹൗസിലെ ഒരു എൻ്റർടൈനർ എന്ന നിലയിലും കഴിഞ്ഞ ദിവസത്തെ പാട്ടിലാണെങ്കിലും അതിഗംഭീരമായിട്ട് നെവിൻ പാടിയിരുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 5ാം സ്ഥാനത്ത് അക്ബറാണ്. അക്ബറാണെങ്കിൽ വോട്ടിംഗ് ആദ്യം 4, 5, 6 സ്ഥാനങ്ങളിലേക്ക് വേരിയേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അക്ബർ 5ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മേ ബി നാളെ വോട്ടിംഗ് ചിലപ്പോൾ കൂടിയേക്കാം കുറഞ്ഞേക്കാം. ഏതായാലും ടോപ്പ് 5ലേക്ക് അക്ബറും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അക്ബറിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് അവിടെ അനിമോൾ, ആദില, നൂറ ഇത്രയും പേരിലേക്ക് വഷളായി പോയത്. അവിടെ നല്ല അക്ബർ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തു. അത് അക്ബറിൻ്റെ തന്നെയുള്ള ഒരു നല്ലൊരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അക്ബറിൻ്റെ പാടെ നമ്മൾ എടുത്തു പറഞ്ഞത് നല്ലൊരു പെർഫോമൻസാണ് ബിഗ് ബോസ് ഹൗസിൽ അക്ബർ കാണിച്ചു വെച്ചത്. അക്ബറിൻ്റെ അത്രയും ഒരു പാട്ടും ഗാനം എല്ലാം കൊണ്ടും അക്ബർ പെർഫോമൻസ് വെച്ചു. അതുകൊണ്ട് ടോപ്പ് 5ലേക്ക് എന്തും അർഹതയുള്ളൊരു നേട്ടം തന്നെയാണ് അക്ബർ നേടിയിരിക്കുന്നത്. കാരണം ഈ തവണത്തെ ടോപ്പ് 5 തീർത്തും ഡിസർവിങ് ആയിട്ടുള്ളൊരു ടോപ്പ് 5 ആണ്. ഈ സീസണിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും തന്നെ അവരുടെ മികവുകൾ കാണിച്ചിട്ടുണ്ട്. അതിനുള്ള പെർഫോമൻസ് അവർ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിനുള്ള അവർക്ക് തന്നെ റിവാർഡായിട്ട് ടോപ്പ് 5 കിട്ടിയിട്ടുമുണ്ട്. ഇനി അവരുടെ ടോപ്പ് 5ൽ ഈ 3, 4, 5 സ്ഥാനങ്ങൾ ആരൊക്കെ വരുമെന്നാണ് നമുക്കൊന്ന് അറിയേണ്ടത്. കാരണം ടോപ്പ് 2 അനീഷ് ആൻഡ് അനിമോൾ, അവരിൽ നിന്ന് വേറെ ആരിലേക്കും പോയിട്ടില്ല. അതാണ് അക്ബർ. ഇന്നത്തെ ആണെങ്കിലും അക്ബറിൻ്റെ പാട്ടെല്ലാവരും കേട്ടെന്ന് വിചാരിച്ചു നല്ല അടിപൊളിയായിട്ട് പാടുകയൊക്കെ ചെയ്തു. പിന്നെ അക്ബർ ആവശ്യമില്ലാത്ത വിഷയത്തിലേക്കൊന്നും അക്ബർ തലയിടാൻ പോയിട്ടില്ല. നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ആവശ്യമില്ലാത്ത ഇഷ്യൂസുകളൊന്നും അക്ബർ ഇതുവരെ ഇടപെട്ടിട്ടില്ല, ഇനി ഇടപെടില്ല എന്ന് നമുക്കിതിലോട്ട് തന്നെ വ്യക്തമാക്കാൻ പറ്റും. ആൻഡ് ദ മെയിൻ പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത് ആദില, നൂറയുടെ എവിക്ഷനെ സംബന്ധിച്ചുള്ളതാണ്. അതുപോലെ തന്നെ ശൈത്യയുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ശൈത്യയാണ് ഗെയിം ചേഞ്ചറായിട്ട് ഇപ്പോൾ എല്ലാവരും കണക്കാക്കുന്നത്. കാരണം ശൈത്യയുടെ പരവലോടെയാണ് ഈ കൂട്ടുകെട്ട് ആട്ടിച്ച് പിരിഞ്ഞു പോയത്. അതുപോലെ തന്നെ ശൈത്യ വന്നു കഴിഞ്ഞപ്പോഴാണ് അനിമോൾക്കെതിരെ അത്ര ഒരു വ്യാജ വാർത്ത ആദില പുറത്ത് വിട്ടത്. കാരണം ആദില
അനിമോൾ പി ആറുടെ നമ്പർ കൊടുത്തു. അതിൽ ഔട്ടായപ്പോൾ പി ആറിൻ്റെ സപ്പോർട്ട് നേടണം എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് ആ നമ്പറിൻ്റെ എവിഡൻസ് അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് ഇന്നലത്തെ എപ്പിസോഡിൽ നിന്ന് മറച്ചു. പക്ഷേ നമ്മുടെ ചാനലിൽ നമ്മൾ ആ വീഡിയോ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് എടുത്ത് അവിടെ പോയി ആ വീഡിയോ കാണാൻ പറ്റും. കാരണം നൂറ് വ്യക്തമായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അതൊരു സാധനം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതും ഈ ഇഷ്യൂ പറഞ്ഞ അപ്പം തന്നെ ബിഗ് ബോസ് ഹൗസ് അപ്പോൾ ക്ലോസ് ആയിരുന്നു. കാരണം ആ ഗാനമേളയ്ക്ക് വേണ്ടിയുള്ളത്. ആ സമയത്ത് നൂറ് തുറന്നത് ഓടിപ്പോയി സാധനം എടുത്ത് പുറത്തോട്ട് ഓടുകയത്. അത് ലിപ്സ്റ്റിക്കെന്ന് പറഞ്ഞ് പലരും ന്യായീകരിക്കാൻ വരുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ നൂറയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഹൈലി വെൽ ഫെയർ ആണ്. കാരണം നൂറ് ഒരിക്കലും ടോപ്പ് 5 ഡിസർവിങ് കാൻഡിഡേറ്റ് ഒന്നും അല്ലായിരുന്നു. കാരണം നൂറ് എന്നിട്ടുണ്ടെങ്കിൽ ആകെ ആ ഗ്രൂപ്പിസത്തിൻ്റെ പേര് മാത്രം നിലനിന്നിരുന്നൊരു പ്ലെയറാണ് നൂറയും ആദിലയും. കാരണം രണ്ടുപേരും ഒരിക്കലും അഗ്രി ചെയ്യാൻ പറ്റാത്തൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ബിഗ് ബോസ് കൊണ്ടുവന്ന 2 പേരാണ്. അവർ 2 പേരും ഗ്രൂപ്പ് കളിച്ച് എഫിഷ്യൻ്റ് എല്ലാവരും ഇട്ടു. ഒരാൾ ചെയ്യും മറ്റേ ആൾ വോട്ട് കിട്ടും. പക്കാ തോന്നിവാസമായിരുന്നു. ആ തോന്നിവാസത്തിൽ നിന്ന് കൂട്ടി നിൽക്കാതെ മണി ബോക്സ് തന്നെ മാറ്റിയത് അതിൽ നന്നായി. അല്ലെങ്കിൽ അതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയായിരുന്നു. കാരണം മണി ബോക്സും ഇങ്ങനെ തന്നെ വെച്ചായിരുന്നെങ്കിൽ. ഇതാണ് നൂറുടെ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നൂറ് ബസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ നൂറ് എവിക്റ്റായി പോയി. ആൻഡ് ദ ടോപ്പ് 1 ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബാറ്റിൽ. ഈ ബാറ്റിൽ ആര് ജയിക്കും ആര് തോക്കും അത് ഇതേവരെ വോട്ടിങ് തുടങ്ങിയ അന്ന് മുതൽ ഇവരാണ് ഫസ്റ്റും സെക്കൻഡും നിന്നുകൊണ്ടിരുന്നത്. കൂടുതൽ സമയം അനീഷ് നിന്നിരുന്നു. ബട്ട് സ്റ്റേബിൾ അല്ല അവിടെയും. കാരണം ഇടയ്ക്കിടയ്ക്ക് അനീഷ് പോകുന്നുണ്ട്. അതുകൊണ്ട് അനിമോളിനും അവിടെ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവസാനം 24 മണിക്കൂർ വോട്ടിങ്ങാണ്. 24 മണിക്കൂർ പോലും ഇല്ല. ഏതാനും 5 മണിക്കൂറുകളേ ഉള്ളൂ വോട്ടിങ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളെല്ലാവരും വേഗം പോയി വോട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. നാളെ നമുക്ക് രാവിലെ കാണാം. അപ്പോഴത്തെ ശരി, ഗുഡ് ബൈ. Like, share, subscribe.